നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടവരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാനും ശോഭിക്കുവാനും സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അതിലെല്ലാം തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത പോലും കാണുന്നു. പ്രോത്സാഹന സമ്മാനം ലഭിച്ചതിനാൽ ഇനി മുതൽ കലാകായിക മേഖലകളിൽ പുതിയ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. നിശ്ചയദാർഢ്യത്തോടു കൂടിയതായുള്ള പ്രവർത്തന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനും കൃത്യമായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുവാനും അത് വേണ്ട വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധ്യതയുണ്ട്. അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും, ഉന്നത പദവിയിലിരിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്കൊക്കെ അപേക്ഷകൾ നൽകുവാനും അന്തിമമായിട്ട് ഈ ജൂലൈ മാസത്തിൽ ഒടുവിൽ തന്നെ മറ്റൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ജോലിയുടെ അവസരം അല്ലെങ്കിൽ ആ നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ ചുമതലകൾ വർദ്ധിച്ചുകൊണ്ട് മറ്റൊരു തസ്തികയിലേക്ക് സ്ഥാനമാറ്റത്തിനും യോഗം കാണുന്നതുമുണ്ട്. സൂക്ഷ്മത കുറവുകൊണ്ട് അബദ്ധങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണം. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് വഴി കുടുംബത്തിൽ പ്രത്യേകിച്ച് ദമ്പതികൾക്ക് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആത്മാർത്ഥമായി സഹകരിക്കുവാനിടവരും. വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാം സുതാര്യമായിട്ട് അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. പുനഃപരീക്ഷയിൽ ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞ മാസം അവതരിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനും ഉദ്ദേശിച്ച പോലെ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. എന്നാൽ അമിതമായിട്ടുള്ള ആവേശം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കർമ്മോത്സുകരായ ജോലിക്കാരെ നിയമിച്ചും കൊണ്ട് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കാനിടവരും. എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യത്താൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ദുരാചാരങ്ങൾ ഒഴിവാക്കി സദാചാര പ്രവർത്തികൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും സൽകീർത്തിക്കും വഴിയൊരുക്കുവാൻ ഇടവരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായതും പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം നിർവഹിക്കാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള വിപണന വിതരണ മേഖലകളുടെ പുതിയതായിട്ടുള്ള പ്രവർത്തന ശൈലിയും പുതിയതായിട്ടുള്ള ആവിഷ്കരണ ശൈലിയും ഗുണകരമായി തീരുവാനും അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗമുണ്ട്. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ വിനയത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ഗുണകരമായി തീരുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇടവരും. മനസ്സിൻ്റെ വ്യാകുലത ഒഴിവാക്കാനായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ആരാധനാലയ ദർശനത്തിനും യോഗമുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. അവധി ദിനങ്ങളിൽ 1-2 മണിക്കൂർ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരം വന്നു ചേരുന്നത് വഴി അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും 1-2 ദിവസം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം സാഹചര്യങ്ങളുണ്ടാകും. പലപ്പോഴും അവസരോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട്
ആത്മാർത്ഥ സുഹൃത്തിന് പണനഷ്ടത്തെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതിനും യോഗമുണ്ട്. വിദേശ നിർമ്മിത വസ്തുക്കൾ ഒഴിവാക്കി സ്വദേശ നിർമ്മിത വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും അതിൻ്റെ വിതരണ വിപണന മേഖല ഏറ്റെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പകർച്ചവ്യാധികളാൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പലർക്കും പകർച്ചവ്യാധി ഉണ്ടെന്നറിഞ്ഞതിനാൽ 3-4 ദിവസം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജോലി ഏറ്റെടുത്ത് അവലംബിക്കാനിടവരും. പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാൽ മാനസികമായിട്ടുള്ള സംഘർഷത്തിന് കുറവ് തോന്നുവാനിടയുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. മഹത് വ്യക്തികളുടെ ജീവിതാഭിലാഷങ്ങൾ, ജീവിത പ്രവർത്തന ശൈലികളെല്ലാം അവലംബിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കുവാനും കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലകളിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഈ ജൂലൈ മാസത്തിൽ പുണർദ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും ഇടയുണ്ട്. ഹൃദ് നാഡീ രോഗപീഠകൾക്ക് വിദഗ്ധമായുള്ള ചികിത്സകൾ വേണ്ടിവരും. ഒരുപക്ഷെ ചെറിയ രീതിയിൽ ശസ്ത്രക്രിയയ്ക്ക് യോഗം കാണുന്നുണ്ട്. എന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. എല്ലാത്തിൽ നിന്നും രക്ഷാമാർഗങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അഭ്യൂഹങ്ങൾ പല മേഖലകളിലും തൊഴിൽ മേഖല, പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും പ്രത്യേകിച്ച് അതിലൊരു കഴമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമൊന്നുമില്ലാതെ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ തീരുമാനിക്കുവാനും അഹോരാത്രം പ്രവർത്തിക്കാനും തീരുമാനിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരമുണ്ടാകും. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ ഫെബ്രുവരിയോടുകൂടി പരീക്ഷയൊക്കെ കഴിഞ്ഞു. താൽക്കാലികമായിട്ടുള്ള ജോലികളൊക്കെയാണ് ഇത്രയും ലഭിച്ചിരുന്നത്. എന്നാൽ ജൂലൈ മാസത്തിൽ ഒരു ഏറ്റവും സുസ്ഥിരമായിട്ടുള്ളൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ നഷ്ടകഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. എന്നാൽ അതെല്ലാം തന്നെ അതിൻ്റെ ഒരു പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാനിടവരും. ഇതിലും സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ്, അനുഭവജ്ഞാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേട്ടം എന്നിവ ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കും. സ്വന്തം നിലയിലും നിത്യച്ചെലവിന് അനുകൂലമാകും വിധത്തിൽ പ്രവർത്തിക്കേണ്ട തക്കവണ്ണമുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സൗഹൃദ സംഭാഷണത്തിൽ പുതിയ തൊഴിൽ മേഖലകളുടെ അവസരങ്ങൾ വന്നു ചേരുവാനിടവരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അനുഭവജ്ഞാനം പുതിയതായുള്ള ആശയങ്ങൾക്ക് വഴിയൊരുക്കുവാനിടവരും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബപരമായിട്ടും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ബന്ധുമിത്രാദികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഇടവരും. പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ തന്നെ തൃപ്തികരമല്ലാത്തതുകൊണ്ട്
യുക്തിപൂർവം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വേണ്ടപ്പെട്ടവരുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുവാനിടവരും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാതെ വരികയും അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരുവാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിട വരുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ടും യോഗ, പ്രാണായാമം എന്നിവ നിവർത്തിക്കുന്നതുകൊണ്ടും ഈ അസ്വാസ്ഥ്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കും. സുരക്ഷാ നടപടികൾ സുശക്തമാക്കിയതിനാൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഗ്രഹം നിർമ്മിക്കുവാനോ വാങ്ങിക്കുവാനോ തീരുമാനിക്കുവാനും ഏറെക്കുറെ നല്ല ഭേദപ്പെട്ട വിലയ്ക്ക് വസ്തു വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. വികസ്വര രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിനുള്ളിൽ തന്നെ, സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും സ്വല്പം തടസ്സങ്ങൾ പ്രാരംഭത്തിലുണ്ടാകുമെങ്കിൽ പോലും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനിടവരും. എന്നാൽ പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുന്നത് 2027 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള കരാർ ജോലികൾ മാത്രമേ ഒപ്പുവയ്ക്കാവൂ എന്നുകൂടിയാണ് ഈ പൂയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.